ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീർ കുമാറിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. അടൂർ ദേശകല്ലുമൂട്ടിലെ വീട്ടിലാണ് SIT സംഘം പരിശോധന നടത്തുന്നത്. സുധീഷ് കുമാറിനെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ സുധീഷ് കുമാറിന്റെ സജീവമായ CPM ബന്ധമാണ്. ഈ നേരത്തെ ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് വാസുവിൻ്റെ വളരെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു സുധീഷ് കുമാർ എന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. മാത്രമല്ല, ഇതിനു മുമ്പും അഴിമതി കേസുകളിൽ ഇയാൾ ആരോപണ വിധേയനും പ്രതി സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഗൗരവം മാറുകയാണ്. ആരോപണങ്ങൾ കൂടി ഇതിനോടനുബന്ധമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സുധീഷ് കുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് SIT സംഘം ഈ സുധീഷ് കുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഇന്ന് ഏകദേശം 6 മണിയോട് കൂടിയിട്ടാണ് ഈ പരിശോധന ആരംഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ സമയവും ഈ വീട്ടിൽ അടൂരിലുള്ള സുധീഷ് കുമാറിന്റെ ദേശകൽമൂട്ടിലെ വീട്ടിൽ പരിശോധന തുടരുകയെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില രേഖകളടക്കം പരിശോധനയിൽ ണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ടാവുക. എന്തായാലും ഈ വൈകിയ സമയത്തും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഒപ്പം ഇതിൽ ഈ ഗൂഢാലോചന, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ മുഖ്യ സൂത്രധാരനായിട്ട് മുരാരി ബാബു ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ പങ്ക് സുധീഷ് കുമാറിനും ഉണ്ട് എന്ന് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ അവിടുത്തെ ഈ ശില്പപാളികൾ കൈമാറാനായിട്ട് വ്യാജമായ രീതിയിൽ മഹസറിൽ ക്രമക്കേട് വരുത്തി അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് ശുപാർശ കത്ത് നൽകിയതടക്കം ഈ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ ക്രമക്കേടിൽ മുഖ്യ പങ്ക് മുരാരി ബാബുവിനോടൊപ്പം തന്നെ സുധീഷ് കുമാറിനും ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മഹസറിൽ ക്രമക്കേട് വരുത്തിയതാണ് ഏറ്റവും വലിയ പാതകമായിട്ട് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത് ഈ സമയത്ത് ഈ പാളികൾ മാറ്റുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ഉദ്യോഗസ്ഥരുടെ പേര് ഉണ്ട് എന്ന് എഴുതി മഹസറിൽ ചേർത്തു. ഒപ്പം ഇത് ചെമ്പ് പാളിയാണ് എന്ന്, അല്ലെങ്കിൽ സ്വർണം പൂശിയ പാളികളായിരുന്നു എന്ന്, പൊതിഞ്ഞ പാളികളായിരുന്നു എന്ന് അറിവുണ്ടായിരുന്നിട്ട് കൂടിയും ചെമ്പ് എന്ന് എഴുതി ചേർത്തതിലടക്കം കൃത്യമായിട്ട് വലിയ പങ്ക് സുധീഷ് കുമാറിനുണ്ടായിരുന്നു. ഈ ക്രമക്കേടിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ തന്നെ ആയിരുന്നു സുധീഷ് കുമാർ എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ നിന്നും സുധീഷ് കുമാറിന്റെ പങ്കിനെ പറ്റി കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരുന്നതെന്നുമാണ് അന്വേഷണ സംഘം ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങളായിട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിനെ തുടർന്നാണ് ഇപ്പോൾ റെയ്ഡ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സുധീഷ് കുമാറിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്.